ഞാൻ ഇങ്ങനെ ഒന്നുമല്ല ജീവിക്കേണ്ടത്, എനിക്കിങ്ങനെയുള്ളൊരു ലൈഫല്ല വേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ടാവും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ലൈഫൊക്കെ ആയിരിക്കും. ബട്ട് ഒരു മീനിങ് ഉണ്ടാവില്ല. എവ്രി സിംഗിൾ ഡേ സെയിം, ബോറിങ്, ഉള്ളിലെവിടെയോ ലോസ്റ്റ് ആയ പോലത്തെ ഒരു ഫീലിംഗ്, ശരിക്കുള്ള തന്നെ വഴിയിലെവിടെയോ നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, ലൈഫ് റീസെറ്റ്. ഇതൊരു ജേണിയാണ്. 10 എപ്പിസോഡുകളിലൂടെ നമ്മൾ പോകുന്ന ഒരു യാത്ര. ആൻഡ് ഈ യാത്രയിൽ എന്തുകൊണ്ട് നമുക്ക് ലോസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഫ്യൂച്ചർ സെൽഫിനായിട്ട് ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന വിശ്വാസങ്ങളെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ആൻഡ് ഫൈനലി എങ്ങനെ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ലൈഫ് ബിൽഡ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ സീരീസ് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും നിങ്ങൾ പിന്നെ ലൈഫിനെ നോക്കിക്കാണുന്നത് തന്നെ വേറൊരു രീതിയിലായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ടുഗദർ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ടാക്കിൾ ചെയ്യുന്നൊരു കാര്യം എന്തുകൊണ്ട് നമുക്ക് ലോസ്റ്റ് ആയ പോലത്തെ ഒരു ഫീലിംഗ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജോലി ഉണ്ടാവും, നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, ഫാമിലിയിൽ നിന്ന് നോക്കുമ്പോഴും നല്ലൊരു ലൈഫായിരിക്കും. ബട്ട് യു ആർ നോട്ട് ഫീലിംഗ് ഗുഡ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച വണ്ടിയുണ്ട്, പക്ഷേ എങ്ങോട്ട് പോകണം എന്നറിയില്ല, ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. ആൻഡ് ദാറ്റ്സ് എ വെരി ലോൺലി ഫീലിംഗ്, റൈറ്റ്? വേർസ്റ്റ് ഫീലിംഗ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. സോ മിക്ക ആൾക്കാരും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചിന്തിക്കുന്നത് തനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നാണ്. ലൈക്ക് ഞാൻ ഭയങ്കര മടിയനാണ്, കൺഫ്യൂസ്ഡ് ആണ്, ഡിസിപ്ലിൻ ഇല്ലാത്ത ആളാണ്, ആംബീഷ്യസ് അല്ല, എക്സെട്ര എക്സെട്ര. ബട്ട് ഇതൊന്നും ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? ലോസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നതല്ല പ്രോബ്ലം, അത് ആക്ച്വലി ഒരു സിഗ്നലാണ്. ഫോർ എക്സാമ്പിൾ പെയിൻ, വേദന ശരിക്കും ഒരു പ്രോബ്ലം അല്ല, പകരം അതൊരു സിഗ്നലാണ്. നിങ്ങളുടെ കൈയിൻ്റെ ഇവിടെ ആയിട്ട് ഒരു വേദന ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ആക്ച്വലി എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഓക്കെ, ഈ ഒരു ഭാഗത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഇവിടെ നമ്മളുടെ ഒരു ശ്രദ്ധ വേണം, നമ്മളുടെ അറ്റൻഷൻ വേണം, അല്ലേ? അതല്ലേ അതിനർത്ഥം. അതേപോലെ തന്നെയാണ് ഈ ലോസ്റ്റ് ആയ പോലത്തെ ഫീലിങ്ങും. നിങ്ങളുടെ മനസ്സ് പറയാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന പോലത്തെ ഒരു ലൈഫ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. ബട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ ലിസൺ ചെയ്യാതെ പകരം സൈലൻ്റ് ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യും? വെരി സിമ്പിൾ, ഫോൺ എടുക്കുക, സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കുറേ സീരീസും സിനിമയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുക. അവരിത് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാവില്ല, പകരം സ്വയം മനസ്സിൽ വരുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതെ തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് ഇതിനൊക്കെ കാണുന്നത്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കാര്യം നമുക്ക് എടുക്കാം. കുട്ടിയായിരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക, അല്ലേ? അവരായിരിക്കും എവിടെ പോകണം, ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക, എത്ര സ്പീഡിൽ പോകണം, ഏത് വഴി പോകണം, ഇതെല്ലാം അവർ തീരുമാനിക്കുന്നു. നമ്മൾ ആ വിൻഡോ സീറ്റിൽ അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. വർഷങ്ങൾ കഴിഞ്ഞു, സ്കൂൾ, എക്സാംസ്, കോളേജ്, കരിയർ, റെസ്പോൺസിബിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ശരിക്കും എനിക്ക് ഈ ട്രെയിനിൽ പോകണമായിരുന്നോ? ഡു ഐ ഈവൻ വാണ്ട് ദിസ് ട്രെയിൻ? ഇത് ചോദിക്കാൻ തന്നെ നമ്മൾ മറന്നു പോകും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും നമ്മൾ കണ്ണ് തുറക്കാം, സ്റ്റിൽ ആ സെയിം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട്. എപ്പോഴാണ് നമ്മളിത് ചൂസ് ചെയ്തത് എന്ന് പോലും അറിയാതെ. ഒരു ഓട്ടോ പൈലറ്റ് ലൈഫാണ്. സൈക്കോളജിസ്റ്റ് ഇതിനെ ഹാബിച്വൽ ലീവിങ് എന്നാണ് പറയുന്നത്. ഒരു റൂട്ടീൻ ലൈഫ് നമ്മളുടെ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് അവിടെ നമുക്ക് അത്ര എനർജി വേണ്ടി വരില്ല. ബട്ട് അതിനൊരു ഡൗൺ സൈഡും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവില്ല, ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് പോകെ ലൈഫ് ഭയങ്കര അൺഫെമിലിയർ ആയിട്ട് തോന്നും, സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, നിങ്ങളല്ല എന്ന് തോന്നും. ആൻഡ് യു ഫീൽ ലോസ്റ്റ്. കഴിഞ്ഞിട്ടില്ല, ഇനി രണ്ടാമത്തെ കാരണം ഇതിനേക്കാൾ ഡീപ്പാണ്. ഒന്ന് പുറകിലോട്ട് ആലോചിക്കാം, ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ കിട്ടണം എന്ന് ഡെസ്പറേറ്റ് ആയിട്ട് ആലോചിച്ചത്? മേ ബി ഒരു പെർട്ടിക്കുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നായിരിക്കാം, ഒരു ജോലി കിട്ടണം എന്നാവാം, ഒരു ഫോൺ മേടിക്കണം എന്നാവാം, പ്രൊമോഷൻ കിട്ടണം എന്നാവാം, ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടണം എന്നാവാം. ആ ഒരു പോയിന്റിൽ അത് മാത്രമേ ചിലപ്പോൾ മനസ്സിലുണ്ടായിരിക്കുള്ളൂ. ആൻഡ് നിങ്ങളത് അച്ചീവ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ പിന്നീട് എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അടുത്തൊരു ടാർഗറ്റ് ചൂസ് ചെയ്യുന്നു, പിന്നെ അടുത്തത്. ഒരു മല കയറുന്ന പോലെയാണ്. ടോപ്പിലെത്തുമ്പോഴാവും അറിയുക മുന്നിൽ ഇനിയും മലകളുണ്ട് എന്നുള്ളത്. യു കീപ് ചേസിങ് ദ നെക്സ്റ്റ് തിങ്. അച്ചീവ്മെൻറ്റ്സുമായിട്ട് ബ്രെയിന് പെട്ടെന്ന് അഡാപ്റ്റ് ആവും. ആദ്യം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്യും. ബ്രെയിൻ അങ്ങനെ തന്നെയാണ്. സോ നിങ്ങളുടെ സന്തോഷം കിട്ടാനായിട്ട് ഓൾവേസ് നെക്സ്റ്റ് മൈൽ സ്റ്റോണിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളതൊക്കെ അച്ചീവ് ചെയ്താൽ പോലും ഒരു ട്രൂ ഹാപ്പി ഫീലിംഗ് ഉണ്ടാവില്ല. ദാറ്റ്സ് എക്സ്ഹോസ്റ്റിംഗ്.
ഇനി ഇതിനേക്കാളൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അല്ലേ, കുറേ ചോദ്യങ്ങളുണ്ടാവും ചോദിക്കാനായിട്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യും, കുറേ ക്രിയേറ്റ് ചെയ്യും, മനസ്സിൽ തോന്നുന്നതൊക്കെ പറയും. പക്ഷെ പതുക്കെ പതുക്കെ ഈ ലോകം അവരെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. ബി റിയലിസ്റ്റിക്, ഒന്ന് റിയലിസ്റ്റിക് ആവ്, ഒരിക്കലും ഫെയിൽ ആവരുത്, എവിടെയും പോയിട്ട് നാണം കെടാൻ നിൽക്കരുത്, ഒരു സേഫ് ആയിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാം, എല്ലാവരും പറയുന്നത് കേൾക്കുക, അവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. അങ്ങനെ പതുക്കെ പതുക്കെ തൻ്റെ സ്വന്തം വോയിസ് താഴ്ന്നു വരാനായിട്ട് തുടങ്ങും. അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിട്ടൊന്നും ഉണ്ടാവില്ല, ബട്ട് ചുറ്റുമുള്ള മറ്റ് വോയിസസ് ഒക്കെ ഭയങ്കര ലൗഡായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ സ്വന്തം വോയിസ് കേൾക്കുന്നുണ്ടാവില്ല. യു ഹാവ് സ്റ്റോപ്ഡ് ലിസ്ണിംഗ് ടു യുവർ സെൽഫ്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായി ജീവിതം, മറ്റുള്ളവർ പറയുന്ന പോലെയായി. എന്താണ് നിനക്ക് ലൈഫിൽ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. യു ഡോണ്ട് നോ, ബിക്കോസ് ലൈഫ് ഫുള്ള് മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയായിരുന്നു, സ്വന്തം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. ഇമാജിൻ, നിങ്ങളുടെ കയ്യിലൊരു കോമ്പസ് ഉണ്ട് ആൻഡ് അത് നോക്കിയിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒരാൾ അതിൻ്റെ സൂചിയെ ചെറുതായിട്ടൊന്ന് തിരിച്ചു, ഒരു ചെറിയ ഡിഗ്രി, പക്ഷേ കണ്ടാൽ മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു ദിവസം അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരാഴ്ച ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഒരു വർഷം കഴിഞ്ഞാലോ, ഒരു 10 വർഷം കഴിഞ്ഞാലോ, നിങ്ങൾ ശരിക്കും എത്തേണ്ട സ്ഥലത്തു നിന്നും എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും ഇപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക, വേറെ ഏതോ സ്ഥലത്ത്. അങ്ങനെയാണ് ആളുകൾ ലോസ്റ്റായി പോകുന്നത്. ഒരു വലിയ മിസ്റ്റേക്കിലൂടെ അല്ല, പകരം ആയിരക്കണക്കിന് ചെറിയ ചെറിയ അൺകോൺഷ്യസ് ചോയ്സസിലൂടെ. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ്, ഓരോ സമയത്തും തീരുമാനം എടുക്കുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. ഹേയ്, ബട്ട് ഹിയർ ഈസ് ദ ഗുഡ് ന്യൂസ്. ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നതിനർത്ഥം നിങ്ങൾ ഫെയിലായി എന്നല്ല കേട്ടോ. ഹലോ, വേക്കപ്പ്. പകരം അത് മീൻ ചെയ്യുന്നത് ഫൈനലി നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഡിസ്കംഫോർട്ട് ഈസ് ദ പ്രൂഫ് ദാറ്റ് യു ആർ ബിക്കമിങ് അവെയർ. മാറ്റത്തിന് മുന്നെയാണ് അവെയർനെസ് ഉണ്ടാവുക. ആൻഡ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നല്ല ചോദ്യങ്ങളിൽ നിന്നാണ്. സോ ഇന്ന് നമ്മൾ നിങ്ങളുടെ പ്രോബ്ലംസ് ഫുള്ള് സോൾവ് ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങൾ ലേസി അല്ല, അൺമോട്ടിവേറ്റഡ് അല്ല, നിങ്ങളുടെ ആ ഓട്ടോ പൈലറ്റ് ലൈഫിൽ നിന്നും നിങ്ങൾ ഉണരുകയാണ്. യു ആർ വേക്കിംഗ് അപ്പ്. ആൻഡ് ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളല്ല ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ പിന്നെ ആര്? Who decided what success looks like for you? Who shaped your beliefs? Who taught you what matters? ആരായിരുന്നു ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്? ഇലുമിനാറ്റി ആണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളുടെ നെക്സ്റ്റ് എപ്പിസോഡ്, ദ ഇൻവിസിബിൾ ഫോഴ്സസ് കൺട്രോളിങ് യുവർ ലൈഫ്. നിങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്യാത്ത ഇൻഫ്ലുവൻസസ്, നിങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ച വോയിസസ്. ഈ ഫോഴ്സസ് നിങ്ങൾ മനസ്സിലാക്കിയാലുണ്ടല്ലോ, യു വിൽ നെവർ ലുക്ക് അറ്റ് യുവർ ലൈഫ് ദ സെയിം വേ അഗെയിൻ. ദിസ് ഈസ് ലൈഫ് റീസെറ്റ് ആൻഡ് വി ആർ ഓൺലി ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവും. സ്റ്റേ ട്യൂൺസ്. ബൈ.